ശരിക്കും ഈ ആദിലയ്ക്ക് അനീഷിനോട് എന്താണ് ഇത്രയ്ക്ക് ദേഷ്യം? അല്ലെങ്കിൽ ഇത്ര പരിഹസിക്കാൻ എന്താണ് ഇരിക്കുന്നത്? ആദിലയ്ക്ക് മാത്രം അനീഷിനോട് ഇത്ര പുച്ഛവും ഒരുമാതിരി കുട്ടിക്കളിയും അതൊരു തരത്തിൽ ആദ്യമൊക്കെ ഒരു ഫണ്ണായിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് എന്തോ ഈ ഒരാഴ്ച കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ അനീഷ് ഷാനവാസുമായിട്ട് സംസാരിച്ചത്, ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയത്, അനീഷിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്, ഈ ഒരു കാര്യത്തിൽ എന്തോ ആദിലയ്ക്ക് എന്തോ ഒരിത്തിരി ഒരു പിരിയാക്ക ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സംഭവം ഇന്ന് ലൈവിൽ നടന്ന ഒരു വിശേഷം പറയാം. അതിനുശേഷം ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ആദ്യം ലൈവിൽ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ആ ഹോട്ടൽ ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയല്ലോ. അപ്പോൾ ആദിലെയാണ് ഈ പറയുന്ന ഫ്ലോറിൻ്റെയൊക്കെ ക്ലീനിങ്ങിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അതിലെ ഒരു മെമ്പർ കൂടിയാണ് അനീഷ്. അപ്പോൾ അനീഷ് തുടക്കം തൊട്ടേ പറയുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വേണം, ഈ ഒരു ടീമിന്റെ മീറ്റിംഗ് വേണം, സംസാരിക്കണം. ഇനി ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദിലെ എന്താണ് ഇവിടെ ചെയ്തത് എന്നുള്ളത് തനിക്ക് അറിയണം, മെമ്പർ ആയിട്ടുള്ള തനിക്ക് അറിയണം എന്നൊക്കെ അനീഷ് പിന്നാലെ നടന്ന് കുറേ തവണ പറയുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോഴും ആദിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ പറയുന്നത് മൊത്തം ഇങ്ങനെയാണ്: ഗ്രൂപ്പ് മീറ്റിംഗ് പിരിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി തിരിച്ചു വരണം, ബിഗ് ബോസ് ഒരു പാക്കറ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് പോയി എടുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ എനിക്ക് ആ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വേണം എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അനീഷ് പറയുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ വീണ്ടും സുപ്രു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വീണ്ടും പരിഹസിക്കുകയാണ്. സുപ്രു എന്ന് പറയുന്നത് സുപ്രഭാതം എന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് അനീഷിനെ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നതാണ് സുപ്രു. അതൊക്കെ ഫണ്ണായിട്ട് കണ്ട ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് വേറൊന്നും അങ്ങ് ഇൻസൾട്ട് ചെയ്യാണ്. അത് മാത്രമല്ല, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് വിളിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോവോ എന്ന് ആദില ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഇറങ്ങിപ്പോകത്തില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. പനി വരുമോ, ജലദോഷം വരുമോ, ഒരുമാതിരി കൊച്ചുകുട്ടിയെ പോലെ. എന്നുവെച്ചാൽ അനീഷിന്റെ ബിഹേവിയർ അതുപോലെ തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞ് ഓൾവേസ് ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഓക്കെ, ക്ലീനിങ്ങിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വേണം, അത് വൃത്തിയാക്കണം, താനൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ആ പാത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ എന്തോ ഒരു ദിവസം ഈ ഫ്രിഡ്ജിലൊക്കെ എവിടെയൊക്കെയോ ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന പാത്രങ്ങളും അത്തരത്തിലുള്ള ഗ്ലാസും എല്ലാം ബോട്ടിൽസും എല്ലാം ഈ വെസൽ ടീമിൽ വന്ന അനീഷിനെ കൊണ്ട് ഇവന്മാരൊക്കെ കഴുകിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആര്യൻ. നമ്മൾ ഈ പുറത്ത് കാണുന്ന, ഈ ലൈവിൽ കാണുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്നും വലിയൊരു കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ തോന്നത്തില്ല. പക്ഷേ അനീഷ് ഈ വെസൽ ടീമിലൊക്കെ വന്ന സമയത്ത് പാത്രം കഴുകാൻ അനീഷിനെ മനഃപൂർവ്വം ഒരു എന്താ പറയുക, ഒരു ക്ലാസ് അടിസ്ഥാനത്തിൽ തരം തിരിച്ച് പെരുമാറുന്നത് പോലെ എനിക്ക് അനീഷിനെ ഇവർ പെരുമാറിയോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നാറുണ്ട്. അനീഷും അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ആരെയും നിന്റെ അച്ഛൻ്റെ കയ്യിൽ കുറേ കാശുണ്ടായിരിക്കും, നീ റിച്ച് ആയിരിക്കും, പക്ഷെ അത് നീ എൻ്റെ അടുത്ത് കാണിക്കണ്ട എന്നൊക്കെ അനീഷ് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അനീഷ് അത്ര നല്ലവനാണ് എന്ന് പറയാൻ എനിക്ക് അനീഷിനെ പേഴ്സണലി ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് വളരെയധികം ക്ലീൻ ബിഹേവിയർ ആണ് അനീഷിൻ്റെത്. ഇപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ നെറേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അനീഷ് ഒരാളടുത്തും ഗ്രൂപ്പിസമോ ഒരു കൂട്ടുകെട്ടോ ഉണ്ടാക്കി ഒരിടത്ത് നടന്ന കാര്യം മറ്റൊരാളടുത്ത് പറയുന്നത് ഞാൻ ജീവിതത്തെ കേട്ടിട്ടില്ല. പക്ഷേ ഷാനവാസിൻ്റെ അടുത്ത് ഈ മുറ്റമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ ഹോട്ടൽ ടാസ്കിൻ്റെ ഇടയിൽ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തിയ പൂക്കളൊക്കെ മുറ്റത്ത് കിടന്നപ്പോൾ അത് ക്ലീൻ ചെയ്ത സമയത്ത് റിയാസ് എന്തുകൊണ്ടാണ് ആ ബെഡിന്റെ ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആക്കിയത് എന്നുള്ളത് അനീഷ് ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീൻ ഞാൻ കേട്ടു. കറക്റ്റ് എന്താണോ അവിടെ സംസാരിച്ചത് ആ സംസാരിച്ച സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് അനീഷിന്റെ ഒരു നെറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം, ഇപ്പം ഞാൻ തന്നെ ലൈവിൽ നടന്നൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എൻ്റെതായ ഒരു രീതിയിലായിരിക്കും ഞാൻ അതിനെ സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ആദിലയും അനീഷും തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ സംസാരിച്ചതിന് എൻ്റെതായ ഒരു വേർഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അനീഷ് അങ്ങനെ പോലും അല്ല സംസാരിക്കുന്നത്. അനീഷ് എന്താണോ ഡിറ്റോയാണ്, അവിടെ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള അനീഷിനെ കുറിച്ച് ഈ പറയുന്ന ആദില ഇത്രയും ഇൻസൾട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആര്യനൊക്കെ ഇത്രയും ചീപ്പായിട്ട് അനീഷിനോട് ബിഹേവ് ചെയ്യേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ലൈവിൽ നടന്ന സംഭവം പറയുന്നത് കുറേ നേരമായിട്ട്, ഇന്ന് രാവിലെ കുറേ നേരമായിട്ട് അനീഷ് പറയുന്നുണ്ട്, നമുക്കൊരു ടീം മീറ്റിംഗ് വെക്കാം, ഗ്രൂപ്പ് മീറ്റിംഗ് വെക്കാം. അത് എന്തിനോ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് എല്ലാ ടീമിലും അത് നടക്കുന്നുണ്ട്. കിച്ചൺ ടീമിൽ നടക്കുന്നുണ്ട്, കക്കൂസ് ടീമിൽ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അനീഷ് പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആദിലയ്ക്ക് മാത്രമാണ്? ബാക്കി ഇപ്പോൾ ആര്യനാണെങ്കിൽ തന്നെയും അത് കഴുകിപ്പിക്കാൻ അത് അനീഷിൻ്റെതായ എല്ലാ പവറും യൂസ് ചെയ്തിട്ട് സംസാരിച്ചത് സമ്മതിപ്പിക്കുന്നുണ്ട്.
ആദിലയുടെ അടുത്ത് മാന്യമായിട്ട് മാത്രമാണ് അനീഷ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു അനീഷിൻ്റെ അടുത്ത് ആദില തിരിച്ച് ഇതേ കണക്ക് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബിന്നെ കുത്തിത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ആദില എന്താണ് അവിടെ ചെയ്യുന്നത്? ആദില കുറേ അധികം ഫിലോസഫീസ് പറയുന്നുണ്ട്. ക്യാമറ ഫോക്കസ് ചെയ്യുന്ന തരത്തിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഒരു പ്രോഗ്രസീവ് എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് പറയുന്നത് പോലെ, എവിടെയൊക്കെയോ കേട്ട് പഠിച്ച് കോപ്പി അടിച്ച് പറയുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നൂറ് കുറച്ചുകൂടെ ജെനുവിനാണ്. അത് അവർ തമ്മിൽ തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആദില ക്യാമറ കോൺഷ്യസ് ആണ്, സൊസൈറ്റൽ കോൺഷ്യസ് ആണ്. അപ്പം അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു വരുത്തി അനീഷ് പറഞ്ഞതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നുവെങ്കിൽ അവിടെ ആ ഒരു ആദിലയ്ക്ക് അവിടെ ഒരു എന്താ പറയുക, ഗുഡ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ അനീഷ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇത്രയും സില്ലി ആയിട്ട് ഫണ്ണി ആയിട്ട് എടുക്കേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു കോണ്ടന്റ് ആയിട്ട് പോലും പറയണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ തവണയും നമ്മളിതിങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ നേരെ നടത്തുന്ന ചെറിയതായിട്ട് നമുക്ക് തോന്നുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, വെസൽ ടീമിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ്ങിൽ വരുമ്പോഴാണെങ്കിലും എല്ലാം അനീഷിൻ്റെ ജോലി വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ചെയ്തത് എനിക്കെന്തോ ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനും ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ അവസാനം അനീഷ് ഈ പറഞ്ഞതൊക്കെ ഇറങ്ങിപ്പോകുമോ, പനി പിടിക്കുമോ, ടീം മീറ്റിംഗ് വിളിച്ചില്ലെങ്കിൽ ഇനി ജലദോഷം വരുമോ എന്നൊക്കെ കിടന്ന് ആദില പറയുമ്പോൾ അനീഷ് പറഞ്ഞത് ഈ ടീം മീറ്റിംഗ് വിളിക്കാതെ ഞാൻ ഇനി പണി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആദില തിരിച്ചു പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, പണിയെടുക്കാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമാണല്ലേ, അപ്പോൾ പണിയെടുക്കാൻ വയ്യെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അതവിടെ വന്നത് ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം ഏറ്റവും കൂടുതൽ പണി എടുക്കുന്ന വ്യക്തി അനീഷാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഡയലോഗിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. സീരിയൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി സിന്ധന, ബൈ.